ഒടുവിൽ വിവാദങ്ങൾക്ക് സമാപനമാവുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ചിരിക്കുകയാണ്. കല്ലറയിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകളാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പീഠവുമായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മക്കൾ പറഞ്ഞതനുസരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്നത് ശാസ്ത്രീയമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവൂ. ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളുമാണ് കല്ലറ പൊളിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഒരു കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് സംഭവ സ്ഥലത്തുള്ളത്. അന്ന് ഇതുപോലെ തന്നെ പൊളിക്കാൻ വന്ന സമയത്ത് കുടുംബമടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ അന്ന് കല്ലറ പൊളിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് 10 മണിക്കുള്ളിൽ തന്നെ നടപടികളെല്ലാം പൂർത്തീകരിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പുലർച്ചെ തന്നെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് അധികാരികൾ അവിടെ എത്തി കല്ലറ പൊളിച്ചത്. ഇപ്പോൾ മുകളിലത്തെ സ്ലാബ് മാത്രമാണ് നീക്കിയത്. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഹൃദയഭാഗം വരെ പൂജാ സാധനങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴികൾ ശരിവെക്കുന്ന വിധത്തിലാണ് കല്ലറയിലെ ആദ്യത്തെ കാഴ്ചകൾ. കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം ഉടൻ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല മൃതദേഹം ജീർണാവസ്ഥയിലായ പശ്ചാത്തലത്തിലാണ് സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പോലീസ് സർജനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലടക്കമുള്ള വലിയ പോലീസ് സന്നാഹമാണ് സംഭവ സ്ഥലത്തുള്ളത്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും. ഏതായാലും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് കല്ലറ പൊളിച്ചത്. പോലീസ് സംഘവും ഫോറൻസിക് സംഘവും പോലീസ് സർജൻ എല്ലാം തന്നെ സംഭവ സ്ഥലത്തുണ്ട്. ദുരൂഹതയ്ക്കാണ് ഒടുവിൽ വിരാമമാകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വേണം. അതവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് AR ക്യാമ്പിൽ നിന്നുള്ള കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും കല്ലറയ്ക്കുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇരിക്കുന്ന നിലയിലാണ്. ഈ തുടക്കത്തിൽ വിവാദമുണ്ടായ സമയത്ത് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ മൃതദേഹം, അതായത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് സമാധി പീഠത്തിനുള്ളിലെന്നും കിഴക്കോട്ട് ദർശനം ഉള്ള പോലെയാണ് മൃതദേഹം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ആദ്യ ഭാഗത്ത് ഇപ്പോൾ കല്ലറ പൊളിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് കല്ലറ തുറക്കേണ്ട നടപടികൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചത്. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ വളരെ വേഗത്തിൽ ആരംഭിക്കുകയായിരുന്നു. മക്കൾ പറയുന്നത് പോലെ സമാധിയാണെന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യയാകും. പക്ഷെ പോസ്റ്റ്മോർട്ടം ചരിത്രത്തിൽ സമാധി എന്നത് ഇല്ലാത്തതിനാൽ കുടുങ്ങാനാണ് സാധ്യത. കല്ലറയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തിയാൽ ഗോപൻ സ്വാമിയുടെ കുടുംബം ഉത്തരം പറയേണ്ടി വരും. പോലീസ് അന്വേഷണം കടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വേണ്ടിവന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും.